ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തെറ്റ് കാരണം അള്ളാഹുവിൽ നിന്ന് അകന്ന ആളുകൾ അവർ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ആ അകൽച്ച കുറക്കുകയും അവർ തിരിച്ചു വരികയും ചെയ്യുകയാണ് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ഈ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പശ്ചാത്തപിക്കുന്നവരെയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരെയും അതുപോലെ തന്നെ ശുദ്ധിയാകാൻ ആഗ്രഹിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ്. വാസ്തവത്തിൽ ആ ശുദ്ധി എന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ അതിനെ വളരെ വാക്കർത്ഥത്തിൽ എടുത്തുകൊണ്ട്, ലിറ്ററൽ മീനിങ്ങിൽ എടുത്തുകൊണ്ട് ശാരീരികമായ ശുദ്ധിയാണ്, അതായത് വുളു ആണ്, ത്വഹാറത്താണ്, അതാണ് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷേ അത് തൗബയുമായി ചേർത്ത് പറയുമ്പോൾ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടി അതിനുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, നമ്മളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം പാപം ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു എന്നല്ല. പിശാചിന് പരമാവധി സാധിക്കുക നമ്മളെ പ്രേരിപ്പിക്കാൻ മാത്രമാണ്. നമ്മുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കാനാണ് സാധിക്കുക. ആ തോന്നലുകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ തെറ്റിലേക്ക് വീണു പോകുന്നത്. സ്വാഭാവികമായും അങ്ങനെ നമ്മൾ തെറ്റിലേക്ക് വീണു പോകുമ്പോൾ അള്ളാഹുവുമായിട്ട് നമ്മൾ അകലുന്നു. ഈ അകൽച്ച പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അതേ പിശാചിന് വെറുപ്പുള്ള ഒരു സംഗതിയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് എപ്പോഴൊക്കെ അകന്നു പോകുന്നുവോ ആ അകൽച്ച നിങ്ങൾ തന്നെ കുറച്ചു കൊണ്ടുവന്ന് നിങ്ങൾ എന്നോട് വീണ്ടും അടുക്കണം എന്നതാണ്. പക്ഷെ ആ അടുക്കുന്നതിനെ കുറിച്ചും പിശാച് നമ്മളോട് അടുക്കാതിരിക്കാനും അള്ളാഹുവിനോട് തിരിച്ചു വരാതിരിക്കാനും പിശാച് നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അതായത് തെറ്റ് ചെയ്ത ആൾ പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കാനുള്ള ഒരു തോന്നൽ അയാളിൽ പിശാച് ഉണ്ടാക്കും. കാരണം ഞാൻ ഒരുപാട് തെറ്റിൽ വീണുപോയിട്ടുണ്ട്, ഇനി എനിക്കൊരു പശ്ചാത്താപം ഉണ്ടാകുമോ, എനിക്കങ്ങനെ ഒരു പശ്ചാത്താപം ഉണ്ടാകില്ല, ഞാനൊരു തെറ്റുകാരൻ തന്നെയാണ് എന്ന ഒരു തോന്നൽ പലപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ പിശാച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അതേ രൂപത്തിൽ തന്നെ തെറ്റിൽ നിന്ന് മടങ്ങുന്ന ആ അവസ്ഥയെയും ഇല്ലാതാക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഈ തവ്വാബീൻ വൽ മുതതഹിരീൻ എന്ന് ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ ആത്മീയ വശം അതാണ്. അതായത് തെറ്റ് ചെയ്യുകയും അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും പിന്നീട് തിരിച്ചു വരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ സ്വയം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോ ഒരർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നു തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, തവ്വാബീൻ വൽ മുതതഹിരീൻ, പശ്ചാത്തപിക്കുന്നവരും സ്വയം ശുദ്ധീകരിക്കുന്നവരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ മുതതഹിരീൻ എന്നുള്ളിടത്ത് അതിൻ്റെ ആത്മീയ വശം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരിൽ ചിലർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അവർ സ്വയം ശുദ്ധീകരിക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്നവരാണ്, ആ പരിശ്രമത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളതാണ്. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പരിപൂർണമായും പരിശുദ്ധരായി തന്നെ മടങ്ങി വരണം എന്നില്ല. നമ്മൾ ശുദ്ധീകരിക്കാൻ സ്വയം പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ മതി. അതുകൊണ്ടാണ് മുതതഹിരീൻ എന്നത് ഒരു ഇസ്മു ഫാഇൽ രൂപത്തിൽ, ഒരു കർത്തൃ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യാകരണ വശം നോക്കുകയാണെങ്കിൽ
നിരന്തരമായി ശുദ്ധീകരിക്കാൻ പരിശ്രമിക്കുന്നവർ എന്നാണ് ആ വാചകത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അപ്പോൾ നമ്മുടെ ആ പരിശ്രമത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അത് എത്ര മനോഹരവും അഗാധവുമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് പശ്ചാത്തപിക്കാനും തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വാചകമാണ് അത് എന്ന് കാണാൻ സാധിക്കും. ഈ സൂക്തത്തെക്കുറിച്ച്, ഈ ആയത്തിനെ കുറിച്ച് ഇമാം ഹസൻ അൽ ബസരിയും അതുപോലെ തന്നെ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവുമായിട്ടുള്ള മുജാഹിദും നൽകിയ മനോഹരമായ ഒരു വിശദീകരണമുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നതിനർത്ഥം പാപങ്ങളിൽ ഉറച്ചു നിൽക്കാത്തവരും ഒരേ പാപത്തിലേക്ക് വീണ്ടും മടങ്ങാത്തവരുമാണ് എന്ന് പറഞ്ഞാൽ അവർ പാപങ്ങളിൽ മുടങ്ങാതെ നിൽക്കുന്നവരല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നർത്ഥം. ചിലപ്പോൾ അവർ രണ്ടാമത് വീണ്ടും അതേ പാപം ചെയ്തു പോയാലും അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന കാര്യത്തിൽ അവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കും. മറ്റൊരു വിശദീകരണം ഇതിനെക്കുറിച്ച് പറയുന്നത്, അവർ ഒരേ പാപം ആവർത്തിച്ചുകൊണ്ടേയിരിക്കില്ല. കാരണം അത് അള്ളാഹുവിനോടുള്ള അനാദരവും തൗബയെ നമ്മൾ ഗൗരവമായി കാണുന്നില്ല എന്നതിൻ്റെ ലക്ഷണവുമാണ്. നമ്മൾ പശ്ചാത്തപിക്കുകയും നമ്മളെ തന്നെ സ്വയം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ഇനി അത് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടും വീണ്ടും വീണ്ടും തെറ്റിൽ വീണു പോകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, അവർ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മുൻ പശ്ചാത്താപത്തെ ഇല്ലാതാക്കുന്നുമില്ല, മറിച്ച് അള്ളാഹുവിനെ ഗൗനിക്കാതെ, അള്ളാഹുവിനെ പരിഗണിക്കാതെ, ഇതൊന്നും അത്ര പ്രശ്നമുള്ള സംഗതിയല്ല എന്ന അർത്ഥത്തിൽ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നാം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് ചേർത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ പശ്ചാത്താപത്തിന്റെ തൗബയുടെ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കി, ആ ചെയ്തുപോയ തെറ്റിൽ ഖേദം, അതുപോലെ തന്നെ ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന പ്രതിജ്ഞ, അതുപോലെ തൗബയുടെ വാക്കുകൾ ഉച്ചരിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെയുള്ള അത്തരം വാക്കുകൾ ഉച്ചരിക്കുക, ഇതൊക്കെ ചെയ്തതിനു ശേഷം വീണ്ടും മനസ്സ് ദുർബലമായി പാപം ചെയ്യുന്നതും തുടക്കം മുതലേ തന്നെ പശ്ചാത്താപത്തിൽ ആത്മാർത്ഥതയില്ലാതെ നിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് പശ്ചാത്താപത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വീണ്ടും വീണ്ടും ആ തെറ്റുകളിൽ വീണുപോയാലും നമുക്ക് ശുദ്ധീകരിക്കാനുള്ള, സ്വയം ശുദ്ധീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അവൻ്റെ സ്നേഹത്തിൽ, സ്നേഹവലയത്തിൽ തന്നെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ശുദ്ധീകരിക്കാനുള്ള, സ്വയം ശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങളിൽ സദാ ഏർപ്പെടാനും അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്ന ആ ഉന്നതമായ അവസ്ഥ എത്താനും വീഴ്ചകൾ സംഭവിക്കുമ്പോഴും വീണ്ടും വീണ്ടും അള്ളാഹുവിൻ്റെ സ്നേഹവലയത്തിലേക്ക് ഓടിയെടുക്കാനും അങ്ങനെ പശ്ചാത്താപത്തിൽ നിലകൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിരാശരായി വീണ്ടും ആ തെറ്റുകളിലേക്ക് മടങ്ങുകയല്ല, മറിച്ച് ആ തെറ്റുകളിൽ വീണ്ടും വീണ്ടും ആത്മാർത്ഥമായ ഖേദം ഉണ്ടായിക്കൊണ്ട് സ്വയം ശുദ്ധീകരിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം വീണ്ടും വീണ്ടും കരസ്ഥമാക്കാനുള്ള വഴി. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് എനിക്ക്, നിങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.